ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എണ്ണൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ റോൾ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് സവാള, ഒരു മീഡിയം സൈസ്ഡ് 2 സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക്, ഒന്നോ രണ്ടോ പച്ചമുളകൊക്കെ ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ 2 3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇപ്പം ഈ സവാളയുടെ കളറൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല മതി കേട്ടോ. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 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 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും പൊടികളാണ് ചേർക്കേണ്ടത്. ഇന്ന് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മസാലയുടെ പച്ചമണക്കൊന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികളിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. നമ്മൾ അധികം ഓയിൽ ഒഴിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ചതാണ് കേട്ടോ. അത് മിക്സിയിൽ വേവിച്ചതിന് ശേഷം മിക്സിയിലൊന്ന് കറക്കിയെടുത്തതാണ്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ മസാലയാണ്, നമ്മൾ ബേസിക്കായിട്ട് ഉണ്ടാക്കുന്ന മസാല തന്നെയാണ് കേട്ടോ. ചിക്കൻ റോളിലോട്ടുള്ള ഫില്ലിംഗ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി, ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ചിക്കൻ റോളാണ് ഉണ്ടാക്കുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കാം കേട്ടോ മൈദപ്പൊടി. അപ്പോൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഇത് കട്ടയില്ലാണ്ടൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് കലക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് കലക്കിയെടുത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമ്മളുടെ ബാറ്ററിന് വേണ്ടത്. അധികം ലൂസും അല്ല എന്നാൽ അധികം തിക്കും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കൊരു പാൻ വയ്ക്കാം. പാനിലോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് പരത്തിയിട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ദോശ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ഇത് ചൂടോട് കൂടി തന്നെ ഇതിൽ ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് 2 സൈഡും ഒട്ടിപ്പിടിക്കുള്ളൂ. അപ്പോൾ ഒരു ദോശ എടുത്തതിന് ശേഷം അതിൽ ഫില്ലിങ് റോൾ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിൽ ദോശ ഒഴിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ റോൾ ചെയ്ത് വെക്കുന്ന സമയം മതിയാവും നമുക്ക് ഓരോ ദോശ ആയി കിട്ടാൻ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ പണിയും തന്നെ പെട്ടെന്ന് തീരും. ഇങ്ങനെ ഓരോ ദോശ ചുട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ അത് ഒട്ടിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. വീഡിയോ കാണുന്ന പോലെ നടുക്ക് കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് 2 സൈഡിൽ നിന്നും ഒന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ദോശയും നമുക്ക് ഇതേമാതിരി ഒന്ന് റോളാക്കിയെടുക്കാം. ഇതേമാതിരി ഫില്ലിങ് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം 2 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമ്മളെ ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രോസൺ ചെയ്ത് വെക്കാം കേട്ടോ. ഫ്രോസൺ ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്ന് എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും. അപ്പോൾ കണ്ടോ, ഇവിടെ എല്ലാം ഞാൻ ഇതേപോലെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുട്ടയുടെ ബാറ്ററിലും കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസുമാണ് പിന്നെ വേണ്ടത്.
ഇനി നമുക്ക് ഓരോ റോൾ എടുത്തിട്ട് ഈ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാനിത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വീണ്ടും ഞാൻ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാനിത് മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി മുട്ടയിൽ മുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. രണ്ട് സൈഡിലും എല്ലാ സൈഡും ഒരേപോലെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാ ചിക്കൻ റോളും ഞാൻ ഡബിൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ, വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് വീണ്ടും ബ്രെഡ് ക്രംസിൽ, അങ്ങനെ ഡബിൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ 4 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് 4 സൈഡും ഒന്ന് ബ്രൗൺ കളറായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഇത് അധികം വേവാനൊന്നും ഇല്ലല്ലോ, ഓൾറെഡി നമ്മൾ ദോശ ഓൾറെഡി വെന്തതാണ്. അപ്പോൾ അധികം വേവാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് 4 സൈഡും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പലർക്കും ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൈ ഐറ്റംസ് നിർബന്ധമായിരിക്കും കേട്ടോ. അപ്പോൾ എണ്ണയിലൊക്കെ ഇങ്ങനെ മുക്കി പൊരിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഷാലോ ഫ്രൈ ഇതൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ അധികം എണ്ണ ആവത്തുമില്ല, നമുക്ക് കഴിക്കാനും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ റോളും ആയി, നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാത്ത ചിക്കൻ റോളും കഴിക്കാം കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതും ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് 4 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പിന് ഇങ്ങനത്തെയൊക്കെ എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ നോമ്പിൻ്റെ റെസിപ്പീസ് 2-3 ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ എണ്ണയിൽ മുക്കി പൊരിക്കാത്ത റെസിപ്പീസ് തന്നെയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.